ഇറാൻ നേതാക്കളെയൊക്കെ കൊന്നുതള്ളിയ മൊസാദിന്റെ വീരചരിതങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പുറത്തു വന്നിരുന്നത്. എന്നാൽ അതേ മൊസാദിന്റെ പാളിയ പദ്ധതിയുടെ വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരുന്നു. പറഞ്ഞു വരുന്നത് ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ മൊസാദ് നടത്തിയ ശ്രമത്തെക്കുറിച്ചാണ്. അത് പൊലിഞ്ഞുപോയതിനെ കുറിച്ചാണ്. ഇറാനിലെ പൗരോഹിത്യ ഭരണകൂടത്തിന്റെ പതനത്തിലേക്ക് നയിച്ചേക്കാവുന്ന പൊതുജന പ്രതിഷേധങ്ങൾ ആളിക്കത്തിക്കാൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് പദ്ധതിയിട്ടിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടത്. യുഎസും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മൊസാദിന്റെ തലവനായ ഡേവിഡ് ബാർണിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടിരുന്നു. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തെ ആളിക്കത്തിച്ച് ഭരണകൂടത്തെ താഴെ ഇറക്കാം എന്നായിരുന്നു അന്ന് ബർണിയ നെതന്യാഹുവിനോട് പറഞ്ഞത്. ജനുവരി മധ്യത്തിൽ മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയും ഈ പദ്ധതി ബർണിയ അവതരിപ്പിച്ചിരുന്നു. ഇറാനിയൻ ഭരണകൂടത്തിന്റെ പതനം സാധ്യമാണെന്ന് ട്രംപിനെ ബോധിപ്പിക്കാൻ നെതന്യാഹു ഉപയോഗിച്ചതും മൊസാദിന്റെ ഈ വാദങ്ങൾ തന്നെയായിരുന്നു. ആ പദ്ധതിയിൽ ചില മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഇസ്രായേലി സൈനിക ഇന്റലിജൻസും സംശയങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും നെതന്യാഹുവും ട്രംപും പദ്ധതി ഏറ്റെടുത്തു. മൊസാദിന്റെ പദ്ധതി പ്രകാരം ഇറാനിയൻ നേതാക്കളെ കൊലപ്പെടുത്തുന്നതിലൂടെ യുദ്ധം ആരംഭിക്കും. തുടർന്ന് ഭരണമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ചാരപ്രവർത്തനങ്ങൾ നടത്തും. അതൊരു ബഹുജന പ്രക്ഷോഭത്തിലേക്ക് നയിക്കുമെന്നും ഇസ്രായേലിനും അമേരിക്കക്കും വിജയം സമ്മാനിക്കുമെന്നുമായിരുന്നു മൊസാദ് വിശ്വസിച്ചിരുന്നത്. ഇറാൻ ജനതയോട് ഭരണകാര്യാലയങ്ങൾ പിടിച്ചെടുക്കാനൊക്കെയുള്ള ഫെബ്രുവരി 28 ട്രംപിന്റെ ആഹ്വാനമൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. എന്നാൽ കാര്യങ്ങൾ മൊസാദിന്റെ പദ്ധതി പോലെയായിരുന്നില്ല നടപ്പായത്. അത് ട്രംപും പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇറാനിൽ നേടാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിൽ നിന്ന് ഭരണകൂട അട്ടിമറി പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായത്.